ഹായ്, ഐ ആം ആതിര. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീഡിയൻ്റെ പ്രോബ്ലമാണ് പറയുന്നത്. ക്ലാസും ഫ്രീക്വൻസിയും വരുന്ന കേസിലുള്ള ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എം ഇസ് ഈക്വൽ ടു എൽ പ്ലസ് n/2 മൈനസ് എം ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു സി എന്ന്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ക്ലാസും ഫ്രീക്വൻസിയും വരുന്ന കേസിലാണ്. അപ്പോൾ നമുക്ക് മീഡിയന് 3 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് റോ ഡാറ്റ വരുമ്പോൾ, ഒന്ന് എക്സ് വാല്യൂസും ഫ്രീക്വൻസിയും വരുമ്പോൾ, മൂന്നാമത്തതാണ് ക്ലാസും ഫ്രീക്വൻസിയും വരുമ്പോൾ. എക്സ് വാല്യൂസും ഫ്രീക്വൻസി വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു n+1/2 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതിലാണ് വരുന്നത് നോക്കുക. അതിനനുസരിച്ച് n+1/2 എന്ന് കിട്ടുന്ന ക്യാപിറ്റൽ n+1/2 എന്ന് കിട്ടുന്ന വാല്യൂ എത്രയാണോ അത് ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണോ വരുന്നത് അതിന് നേരെ വരുന്ന എക്സ് വാല്യൂ ആയിരിക്കും മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നേരെ വരുന്ന വാല്യൂ ഇനിയിപ്പോൾ അത് കറക്റ്റായിട്ട് അതിലില്ല എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എത്രയാണോ അതിനനുസരിച്ചാണ് അത് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ അടുത്തത് നമ്മൾ ക്ലാസും ഫ്രീക്വൻസിയും വരുന്ന കേസിൽ മീഡിയൻ കാണുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ക്ലാസ് 50 to 54, 55 to 59, 60 to 64, 65 to 69, 70 to 74. ഫ്രീക്വൻസീസ് വന്നിട്ടുണ്ട് 1, 5, 17, 36, 25. ക്ലാസ് 75 to 79, 80 to 84, 85 to 89 ഫ്രീക്വൻസീസ് 11, 4, 1 എന്നാണ്. അതിൻ്റെ കണ്ടിന്യൂസ് ആണത്. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് താഴേക്ക് എഴുതിയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ക്ലാസ് ഇപ്പോൾ ഉള്ളത് ഇൻക്ലൂസീവ് മെത്തേഡിലാണ്. അതായത് എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിനെ മാറ്റിയ ശേഷം വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ക്ലാസ്സിനെ കണ്ടിന്യൂസ് ആയി ആക്ച്വൽ ക്ലാസ് കാണുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആക്ച്വൽ ക്ലാസ് എന്നുള്ളത് എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? ഫസ്റ്റത്തെ ലിമിറ്റിൽ നിന്ന്, ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിലേക്ക് 0.5 ആഡ് ചെയ്യാം. അതായത് 50 to 54 എന്നുള്ളതിൽ 50 മൈനസ് 0.5 ചെയ്തിട്ട് 49.5ഉം 54ലേക്ക് 0.5 ആഡ് ചെയ്തിട്ട് 54.5ഉം ആയി. അപ്പോൾ അങ്ങനെ എല്ലാ ക്ലാസ്സിനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വൽ ക്ലാസ് എന്നുള്ളത് 49.5 to 54.5, 54.5 to 59.5, 59.5 to 64.5, 64.5 to 69.5, അങ്ങനെ 84.5 to 89.5 വരെ കിട്ടും. ദെൻ നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസീസ് എഴുതാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാണാം. ഫസ്റ്റത്തേൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതിൻ്റെ ഫ്രീക്വൻസി തന്നെയായിരിക്കും. രണ്ടാമത്തെ ആകുമ്പോൾ ഫസ്റ്റത്തതും രണ്ടാമത്തേൻ്റെ ഫ്രീക്വൻസിയും കൂടി ആഡ് ചെയ്യുക. 1+5 ചെയ്യുക, അത് 6 ആണ്. ഇനി ആ 1+5ലേക്ക് ഒരു 17 കൂടി ആഡ് ചെയ്താൽ മൂന്നാമത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. അതൊക്കെ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1+6+ അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് പോയി നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കിട്ടും. അപ്പോൾ ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 100 ആയിരിക്കും. കാരണം നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി 100 ആണ് എന്നുള്ളതുകൊണ്ട്. ദെൻ നമുക്ക് കാണേണ്ടത് n/2ൻ്റെ വാല്യൂ കാണുക. അപ്പോൾ n/2 എന്ന് പറഞ്ഞാൽ 100/2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 50 ആണ്. എന്നിട്ട് ആ 50 ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരുന്നത് നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ 50 എന്നുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 23ൽ വരില്ല. 23 വരെയുള്ള വാല്യൂസ്. ഫസ്റ്റത്തേൽ 1 മാത്രമേ വരുള്ളൂ. രണ്ടാമത്തേൽ 1, 2 മുതൽ 6 വരെയുള്ളത് വരും. മൂന്നാമത്തേൽ 6 കഴിഞ്ഞിട്ട് 23 വരെയുള്ള വാല്യൂസ് ഇതിൽ വരും. ദെൻ 23 കഴിഞ്ഞിട്ട് ബാക്കി 59 വരെ ഇതിലാണ് വരിക. അപ്പോൾ നമ്മുടെ 50 വരുന്നത് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലായിരിക്കും. അപ്പോൾ അതിന് നേരെയുള്ള ക്ലാസ് ഏതാ നോക്കുക. നമുക്കിവിടെ ആക്ച്വൽ ക്ലാസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 64.5 to 69.5 ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഇപ്പോൾ മീഡിയൻ ക്ലാസ് നമ്മൾ കണ്ടു 64.5 to 69.5. ഇനി നമുക്ക് ഇക്വേഷൻ അറിയാം. മീഡിയൻ ഇസ് ഈക്വൽ ടു എൽ പ്ലസ്
n/2 മൈനസ് എം ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു സി ആണ്. എൽ എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആയിരുന്നു, അതെന്ന് പറയുന്നത് 64.5 ആണ്. എഫ് എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ആണ്, അത് 36. സ്മോൾ എം എന്ന് പറയുന്നത് മീഡിയം ക്ലാസിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്, ഇതാണ് മീഡിയം ക്ലാസ്, അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് 23. അതായത് ഇത് സ്മോൾ എം, ഇത് എഫ്, ഈ 64 ആണ് എൽ. ദെൻ ക്ലാസിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ലെങ്ത് ഉള്ളത്? 5 ആണ് ലെങ്ത് വരുന്നത്, അപ്പോൾ 5. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. L is equal to 64.5, F is equal to 36, M is equal to 23, C is equal to 5. അപ്പോൾ നമ്മുടെ മീഡിയൻ is equal to ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 64.5 പ്ലസ് 50 മൈനസ് 23 ഡിവൈഡ് ബൈ 36 ഇൻറ്റു 5. അതിൻ്റെ വാല്യൂ എന്നുള്ളത് 68.25 എന്ന് കിട്ടി. അതായത് നമ്മുടെ മീഡിയൻ 68.25 ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വൽ ക്ലാസ്, അതായത് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 0 to 10, അടുത്തത് 10 to 20, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് വെച്ചാൽ നമുക്ക് ആക്ച്വൽ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. അല്ലാതെ 0 to 9, അടുത്ത് പിന്നെ 10 തുടങ്ങുന്നത്, അതായത് അടുത്ത ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ് തുടങ്ങുന്നത് വേറൊരു നമ്പറിലാണ്, അതിൻ്റെ തൊട്ടടുത്ത നമ്പറിലാണ് വെച്ചാൽ നമുക്കത് ഇൻക്ലൂസീവ് ആണെന്ന് പറയാം. അതായത് ആ ക്ലാസ്സിൽ ഇതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആ ക്ലാസ് തന്നെ വരികയാണെന്നുണ്ടെങ്കിലാണ് ഇൻക്ലൂസീവ് എന്ന് പറയാം. എക്സ്ക്ലൂസീവ് എന്ന് പറയാം ആ ക്ലാസ്സിലെ അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ആ ക്ലാസ്സിൽ ഇല്ലാതെ വരുന്ന കേസാണ്. അപ്പോൾ അത് തൊട്ടടുത്ത ക്ലാസ്സിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക, അതാണ് എക്സ്ക്ലൂസീവ്. അപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ആണ് നമുക്ക് ക്ലാസ് വേണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ആക്ച്വൽ ക്ലാസ് കാണുന്നത്. എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് ചെറുതിന്ന് വലുതിലേക്കാണ് കിടക്കുന്നത് എന്നുള്ളത് ഉറപ്പിക്കുക, എന്നിട്ട് വേണം ചെയ്യാൻ. ചില കേസിൽ നിങ്ങൾക്ക് വലുതിന്ന് ചെറുതിലേക്കായിരിക്കും ഡാറ്റ തന്നിട്ടുണ്ടാവുക. അതായത് ഫസ്റ്റ് ഏറ്റവും വലിയ വാല്യൂസ് വരുന്ന ക്ലാസ് ആയിരിക്കും ആദ്യം കൊടുത്തിട്ടുണ്ടാവുക, പിന്നെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ചെറിയ ക്ലാസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ആദ്യം ക്ലാസ്സിനെ മാറ്റി എഴുതിയിട്ട് ഫ്രീക്വൻസിയൊക്കെ ആ ക്ലാസ്സിന് നേരെയുള്ള ഫ്രീക്വൻസി തന്നെ എടുത്തെഴുതണം. അപ്പോൾ മാറ്റി എഴുതിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ അടുത്ത് ഗ്രാഫിക്കൽ ഡിറ്റർമിനേഷൻ ഓഫ് മീഡിയൻ. മീഡിയനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവുകളാണ്, അതായത് നമ്മുടെ ഒഗീവ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഒരു ഒഗീവ് വെച്ചിട്ടും കാണാം, അല്ലാന്നുണ്ടെങ്കിൽ 2 ഒഗീവ്സും കൂടി വരച്ചിട്ടും മീഡിയൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഒഗീവ് ആണ് വരയ്ക്കുന്നത് വെച്ചാൽ എക്സ് ആക്സിസിൽ നമ്മൾ ക്ലാസ് ആണോ അല്ലെങ്കിൽ എന്താണ് ഒബ്സർവേഷൻ വെച്ചാൽ ഒബ്സർവേഷൻ ക്ലാസ് ആയിട്ട് തന്നിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ എക്സ് വാല്യൂസ്. അപ്പോൾ ഒബ്സർവേഷൻസ് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കും, വൈ ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസി എടുക്കും. അപ്പോൾ ഒരു ഒഗീവ് വെച്ച് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒഗീവ് ഏതാ, ലെസ് ദാൻ ഒഗീവ് ആണോ മോർ ദാൻ ഒഗീവ് ആണോ, ഏതാണോ ഒഗീവ് വെച്ചിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത് ആ ഒഗീവ്സിൻ്റെ, അതായത് ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാം. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, മോർ ദാൻ ക്യുമുലേറ്റീവ് ആണെന്ന് വെച്ചാൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാം. എന്നിട്ട് അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ഗ്രാഫിൽ വരയ്ക്കാം. എക്സ് ആക്സിസിൽ വാല്യൂസും വൈ ആക്സിസിൽ ഫ്രീക്വൻസി എടുത്തിട്ടുള്ള ആ ഗ്രാഫിൽ വരയ്ക്കാം. പോയിന്റ്സ് അടയാളപ്പെടുത്തി അത് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അപ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ഇനി നമ്മൾ വൈ ആക്സിസിൽ n/2, ക്യാപിറ്റൽ n/2, അതായത് ടോട്ടൽ ഫ്രീക്വൻസി ബൈ n2 എന്നുള്ള നമ്പർ, ടോട്ടൽ ഫ്രീക്വൻസി ബൈ 2 ചെയ്ത് ആ വാല്യൂ നോക്കുക. ആ വാല്യൂ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് പെർപെൻഡിക്കുലറായിട്ട് നമ്മളെ കർവിലേക്ക് വരയ്ക്കുക. അത് മുട്ടുന്നൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ആ കർവിൽ വന്ന് ടച്ച് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് നേരെ താഴത്തേക്ക് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ കിട്ടുന്ന എക്സ് വാല്യൂ ആയിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇത് 2 ഒഗീവ്സ് വരച്ച് ഏത് ഒഗീവ്സ് വരച്ചാലും സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക നിങ്ങൾക്ക് ഒരു ഡാറ്റയ്ക്ക്. ഇനി ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് 2 ഒഗീവ്സ് ഒരുമിച്ച് വരച്ചിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ് ആയിട്ടുള്ള നമ്മുടെ 2 ഒഗീവ്സും ഒരുമിച്ച് വരച്ചിട്ടും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അറിയാം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവുകൾ രണ്ടും കൂടി വരയ്ക്കുമ്പോൾ അത് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിന് നേരെ വരുന്ന
നേരെ എക്സ് ആക്സിസിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന എക്സ് വാല്യൂ ആണ് അവിടുത്തെ മീഡിയൻ ആയിട്ട് വരിക. പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഡ്രോ ദ ലെസ് ദാൻ ഓർ മോർ ദാൻ ഒഗീവ്, ലൊക്കേറ്റ് n/2 ഓൺ ദ y axis. At n/2, draw a perpendicular to the y axis and extend it to meet the ogive. From the point of intersection, drop a perpendicular to the x-axis. The point at which the perpendicular meets the x-axis will be the median. Median എന്താണ് നമ്മൾ ഗ്രാഫിക്കൽ. ഇനി ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഒഗീവ് വരച്ചിട്ടോ രണ്ട് ഒഗീവ് വരച്ചിട്ടോ ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. മീഡിയൻ ക്യാൻ ഓൾസോ ബി ഡിറ്റർമിൻഡ് ബൈ ഡ്രോയിങ് ദ ടു ഒഗീവ്സ് സൈമൾട്ടേനിയസ്ലി. ഹിയർ ഡ്രോപ്പ് എ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ to the x-axis. This perpendicular will meet at the median value. എന്നൊരു എക്സാമ്പിൾ ആണ് ഇതിൻ്റെ പറയുന്നത്. ഫൈൻഡ് ദ മീഡിയൻ ഗ്രാഫിക്കലി. മീഡിയൻ ഗ്രാഫിക്കലായിട്ട് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഫ്രീക്വൻസി രണ്ടും തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഞാനിവിടെ 2 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടും കൂടി വെച്ചിട്ടുള്ള ചെയ്യുന്നതാണ്, മീഡിയൻ കാണുന്നതാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അത് ഒരെണ്ണം വരച്ചാലും പ്രശ്നമൊന്നുമില്ല, ഒരേപോലെ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ ക്ലാസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഞാൻ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മളെപ്പോഴും വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ലെസ് ദാൻ ക്യുമുലേറ്റീവ് അപ്പർ ലിമിറ്റിന് നേരെയാണ് വരയ്ക്കുക. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് വാല്യൂസ് കിട്ടിയത് 4, 10, 20, 40, 50, 56 ആണ്. ടോട്ടൽ ഫ്രീക്വൻസി 56 ആണ്. അപ്പോൾ ആ കിട്ടിയ വാല്യൂ ഇപ്പോൾ 4 എന്ന് പറയുന്ന ഫസ്റ്റത്തെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് വരയ്ക്കുക 10ന് നേരെയാണ്. ഇനി മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് എപ്പോഴും നമ്മൾ വരയ്ക്കുക നമ്മുടെ ലോവർ ലിമിറ്റ് എന്താണോ, ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് എന്താണോ അതിന് നേരെയാണ്. അത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഒന്ന് ജസ്റ്റ് പറയാം. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആവുമ്പോൾ ഫസ്റ്റത്തേൽ 10ന് താഴെ എത്ര വാല്യൂസ് ഉണ്ട്? 4 വാല്യൂസ് ആണുള്ളത്. രണ്ടാമത്തത് 20ക്ക് താഴെ എത്ര വാല്യൂസ് ഉണ്ട്? അപ്പോൾ 4 + 6 വരും 10. മൂന്നാമത്തെ 30ക്ക് താഴെ എത്ര വാല്യൂസ് ഉണ്ട്? അപ്പോൾ ഇതിൽ ഈ 3ഉം കൂടി ആഡ് ചെയ്യും, അതായത് 20. അങ്ങനെ എല്ലാ വാല്യൂസും കാണാം. ലാസ്റ്റത്തെ വാല്യൂ എന്ന് പറഞ്ഞത് ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും. ഇനി മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ലോവർ ലിമിറ്റിന് നേരെയാണ് എഴുതുക. അതായത് 0ൻ്റെ മുകളിൽ എത്ര വാല്യൂസ് ഉണ്ട്? ടോട്ടൽ എല്ലാ വാല്യൂസും 0ൻ്റെ മുകളിലാണ്, അപ്പോൾ 56. ദെൻ 10ൻ്റെ മുകളിൽ എത്ര വാല്യൂസ് ഉണ്ട്? 10ൻ്റെ മുകളിൽ ഈ 10ൻ്റെ ഫ്രീക്വൻസി ഒഴിവാക്കിയാൽ മതി. 10ൻ്റെ മുകളിലുള്ള വാല്യൂസ് പറഞ്ഞാൽ 6 മുതൽ ഇങ്ങോട്ടേക്കുള്ള വാല്യൂസ്, അതായത് 52. അതായത് 56ന്ന് ഈ 4 കുറയ്ക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് കുറച്ച് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് 6 വരെയുള്ള വാല്യൂസ് കിട്ടും. ദെൻ കർവാണ് വരച്ചിരിക്കുന്നത്. താഴെ നോക്കുക, ക്ലാസ് ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ എക്സ് ക്ലാസ് ആണ്, മുകളിലേക്ക് y ആക്സിസിൽ ഫ്രീക്വൻസി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് അടയാളപ്പെടുത്തിയിട്ട് ജോയിൻ ചെയ്ത് വരച്ചിട്ടുള്ള ലെസ് ദാൻ ഒഗീവ് ആണ്. ഇത് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവുകൾ പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഗ്രേറ്റർ ദാൻ ഒഗീവ് അല്ലെങ്കിൽ മോർ ദാൻ ഒഗീവ് എന്ന് പറയുക. അതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് മാത്രമാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോസ് നിങ്ങളുടെ കർവ് ഇത് മാത്രമാണ്, ഇത് മാത്രമാണ് നിങ്ങളുടെ കർവ് വെച്ചാൽ എന്ത് ചെയ്യുക? ഇവിടെ n/2 കാണാം. n/2ന് നേരെ ഇങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതിവിടെ വന്ന് മുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിന്ന് നേരെ താഴത്തേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കാം. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ മീഡിയൻ. അതുപോലെ തന്നെയാണ് മോർ ദാൻ ഒഗീവ് വരച്ചിട്ടും ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 ഒഗീവ്സ് വരച്ചിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഒഗീവ്സ് വരച്ചു. അത് വന്ന് മുട്ടുന്ന ജോയിൻ്റ് ആവുന്ന ആ പോയിന്റിൽ നിന്ന് നേരെ താഴത്തേക്ക് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പെർപെൻഡിക്കുലർ ആയിരിക്കണം എക്സ് ആക്സിസിന്. അപ്പോൾ അത് വന്ന് മുട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ മീഡിയൻ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ വരുന്ന എക്സ് വാല്യൂ എന്താണെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 34 കിട്ടും.
ഇനി ഇതേ നിങ്ങൾ പ്രോബ്ലം നമ്മുടെ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയാണ്, ഈ വാല്യൂ തന്നെയാണ് കിട്ടുക. ഓക്കെ, താങ്ക് യു.